നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്ന നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. നിരവധി പേരെ ആക്രമിച്ച തെരുവ് നായ്ക്ക് പേവിഷബാധ. മൂവാറ്റുപുഴയിൽ തെരുവ് നായ്ക്കൾക്ക് വാക്സിൻ നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. കടാതി ഭാഗത്തെ 3 വാർഡുകളിലാണ് പ്രാരംഭമായ നടപടികൾ നടക്കുന്നത്. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് അഭിവാദ്യങ്ങൾ. മൂവാറ്റുപുഴയിൽ ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. കിഴക്കേക്കര മണിയംകുളം കവലയിലാണ് ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. ഉടൻ തന്നെ നീക്കം ചെയ്തു. റബ്ബർ ഷീറ്റ് മോഷണം, പ്രതി പോലീസ് പിടിയിൽ. അടക്കുളം കുന്നേൽ സുജിത്താണ് പിടിയിലായത്. 380 കിലോ റബ്ബർ ഷീറ്റാണ് പ്രതി മോഷ്ടിച്ചത്. മൂവാറ്റുപുഴ നഗരസഭാ ശ്മശാനം കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിപ്പിക്കണം. പ്രതിഷേധ ധർണ നടത്തി AIYF മണ്ഡലം കമ്മിറ്റി. ധർണ നടത്തിയത് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ. പേട്ട അങ്കണവാടിയിൽ നിന്നും വിരമിക്കുന്ന KA രാധ ടീച്ചർക്ക് യാത്രയയപ്പ്. CPIM പേട്ട ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് നൽകിയത്. മുൻ വാർഡ് കൗൺസിലർ BA ജാഫർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. നിരവധി പേരെ ആക്രമിച്ച തെരുവ് നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മൂവാറ്റുപുഴ നഗരത്തിൽ തെരുവ് നായ്ക്കൾക്ക് വാക്സിൻ നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. കടാതി ഭാഗത്തെ 3 വാർഡുകളിലാണ് പ്രാരംഭമായി വാക്സിനേഷൻ നടപടികൾ നടക്കുന്നത്. നഗരത്തിൽ നിരവധി പേരെ ആക്രമിച്ച തെരുവ് നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നഗരത്തിലെ മറ്റ് തെരുവ് നായ്ക്കൾക്ക് വാക്സിൻ നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ഡോഗ് ക്യാച്ചേഴ്സിനെ വിളിപ്പിച്ചാണ് നഗരപരിധിയിലെ നായകൾക്ക് വ്യാപകമായി വാക്സിനേഷൻ നൽകുന്നതിനുള്ള ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നത്. കടാതി ഭാഗത്തെ 3 വാർഡുകളിലാണ് പ്രാരംഭമായി നടപടികൾ നടക്കുന്നത്. ബുധനാഴ്ച രാവിലെ 6ഓടെ മെഡിക്കൽ ടീം ഉൾപ്പെടെയുള്ളവർ വാക്സിനേഷൻ ക്യാമ്പിനായി സ്ഥലത്തുണ്ട്. ഉച്ചയ്ക്ക് 12ഓടെ 6ഓളം നായ്ക്കൾക്ക് വാക്സിൻ നൽകിയതായി നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. ഈ സമീപകാലത്തുണ്ടായ സ്റ്റേ ഡോഗിന്റെ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ന് വാക്സിനേഷന്റെ നടപടികൾ കൃത്യമായി നടന്നു വരുന്നു. കടാതി ഭാഗത്തെ 3 വാർഡുകളിലാണ് പ്രാരംഭമായിട്ട് കഴിഞ്ഞ ഒരു റാബീസിന്റെ ബാധിച്ചു എന്ന് പറയുന്ന ഒരു നായ മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ പ്രദേശത്താണ് സംഭവം ഉള്ളതുകൊണ്ട് ആ 3 വാർഡുകളിലാണ് ഇപ്പൊ വാക്സിനേഷൻ നടപടികൾ കൃത്യമായി നടന്നു വരുന്നത്. ഇന്ന് രാവിലെ 6 മണി മുതൽ മെഡിക്കൽ ടീം ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം 6ഓളം നായ്ക്ക് വാക്സിനേഷൻ നൽകി കഴിഞ്ഞു. ബാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു നായ്ക്കും കൂടെ റാബിയസ് ഉണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. സംശയമുണ്ട് എന്നുള്ള രീതിയിൽ അത്തരത്തിൽ ഈ ഒരു എന്താ പറയുക അഗ്രസീവായിട്ടൊരു നായയെ കാണുന്നു എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ബൈറ്റ് ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മളത് അന്വേഷിക്കുന്നുണ്ട്. കൃത്യമായിട്ട് പ്രദേശവാസികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്നിരുന്നാൽ കൂടിയും ഇങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ കൂടി ഈ നായയെ പിടിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ്. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാന്നുള്ളതും നമ്മുടെ ആവശ്യമാണ്. അപ്പൊ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ടീം ആ ഒരു മേഖലയിൽ ഉണ്ടെങ്കിൽ കൂടിയും ആ നായയെ കണ്ടെത്താനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. നഗരത്തിൽ മറ്റൊരു നായ്ക്ക് കൂടി പേവിഷബാധ സംശയിക്കുന്നുണ്ടെങ്കിലും നായ ആരെയും കടിച്ചതായി ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ പേവിഷബാധ സംശയിക്കുന്ന നായയെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. തെരുവ് നായയുടെ കാര്യത്തിൽ സുപ്രീം കോടതി വിധിയിൽ പറയുന്നതിൽ ഷെൽട്ടർ ഒരുക്കുന്നതൊഴികെയുള്ള മറ്റെല്ലാ കാര്യങ്ങളും തന്നെ മൂവാറ്റുപുഴ നഗരസഭ കൃത്യമായി അനുശാസിക്കുന്നുണ്ടെന്ന് ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. സുപ്രീം കോടതിന്റെ വിധിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും തന്നെ കൃത്യമായി മൂവാറ്റുപുഴ നഗരസഭ അനുശാസിക്കുന്നുണ്ട്. അതിൽ നമുക്കൊരു എക്സെപ്ഷണൽ കേസായിട്ട് ഇപ്പം ഉള്ളത് ഷെൽട്ടർ ഹോം നായകൾക്ക് ഒരുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രതിസന്ധികൾ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പം നമ്മളുടെ ഒരു പ്രദേശത്തേക്ക് ഷെൽട്ടർ ഹോം വരികയാണ് സ്ട്രേ ഡോഗ്സിന് വേണ്ടി എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും പ്രദേശവാസികളുടെ എതിർപ്പുണ്ടാകും. അത്തരത്തിൽ പല സ്ഥലങ്ങളും നമ്മൾ കണ്ടെത്തിയെങ്കിലും ഇങ്ങനെ പ്രാദേശികമായിട്ടുള്ള എതിർപ്പുകൾ നിലവിലുണ്ട്. നഗരസഭയുടെ അധീനതയിലുള്ള സ്ഥലമായാലും അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടികളുടെ സ്ഥലം വാങ്ങി ചെയ്യുന്ന നടപടികളും ഒക്കെ ഈ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ചില പരിമിതികൾ നഗരസഭയുടെ മുൻപിലുണ്ട്, പ്രദേശവാസികളുടെ എതിർപ്പ് എന്നുള്ളത്. അപ്പോൾ വീണ്ടും ആ ഒരു ശ്രമങ്ങൾ തുടരുന്നുണ്ട്. അപ്പൊ അതിൽ എത്രമാത്രം നമുക്ക് വിജയിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും സുപ്രീം കോടതി പറയുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായി നടപ്പിലാക്കി വരുന്നുണ്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആന്റി റാബിയസ് വാക്സിനേഷന് നമ്മൾ അഡീഷണൽ ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആന്റിവെനം, ഇപ്പൊ പാമ്പുകടി എന്ന് പറയുന്നത്
എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഈ ചൂട് കാലാവസ്ഥയോടനുബന്ധിച്ച് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പം അതിന്റെ പ്രിക്കോഷനായിട്ട് അതിനുള്ള ആന്റിവെനത്തിനുള്ള വാക്സിനേഷനും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സ്റ്റോർ ചെയ്യുകയും ഡോക്ടേഴ്സിനും മറ്റുള്ളവർക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൃത്യമായി നഗരസഭയുടെ ഭാഗത്തു നിന്ന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നഗരസഭയിൽ നിന്നുള്ള സംഘം, ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ ടീം, വാക്സിനേഷനായി പരിശീലനം നേടിയവരും ചേർന്നാണ് നഗരത്തിൽ വാക്സിനേഷൻ ക്യാമ്പ് നടത്തുന്നത്. UDF-ൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള ചരടുവലികൾ നടക്കുന്നതിനിടയിൽ മൂവാറ്റുപുഴയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന് അനുകൂലമായി ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യങ്ങൾ എന്നെഴുതിയ ബോർഡാണ് കിഴക്കേക്കര മണിയംകുളം കവലിൽ പ്രത്യക്ഷപ്പെട്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിനു മുൻപേ UDF-ൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള ചരടുവലികൾ നടക്കുന്നതിനിടെ മൂവാറ്റുപുഴയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന് അനുകൂലമായി ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യങ്ങൾ എന്നെഴുതിയ ബോർഡാണ് കിഴക്കേക്കര മണിയംകുളം കവലയിൽ പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ ബോർഡ് ശ്രദ്ധ ആകർഷിച്ചതോടെ ഉടൻ തന്നെ നീക്കം ചെയ്തു. സ്ഥാപിച്ചവരുടെ പേരോ മറ്റ് വിവരങ്ങളോ ഒന്നും തന്നെ ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ട പ്രദേശത്ത് VD സതീശനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കോൺഗ്രസ് പ്രവർത്തകരുണ്ടെങ്കിലും സതീശൻ അനുകൂലികൾ തന്നെയാണോ അതോ വിവാദം സൃഷ്ടിക്കാൻ മറ്റാരെങ്കിലും ചെയ്തതാണോ എന്നും പാർട്ടി അന്വേഷിച്ചു വരികയാണ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. റബ്ബർ ഷീറ്റ് മോഷ്ടാവ് പോലീസ് പിടിയിൽ. അടക്കുളം കുന്നേൽ സുജിത്തിനെയാണ് കല്ലൂർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. റബ്ബർ ഷീറ്റ് മോഷ്ടാവ് പോലീസ് പിടിയിൽ. അടക്കുളം കുന്നേൽ സുജിത്തിനെയാണ് കല്ലൂർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും 380 കിലോ റബ്ബർ ഷീറ്റാണ് പ്രതി മോഷ്ടിച്ച് കടന്നുകളഞ്ഞത്. കാറിൽ യാത്ര ചെയ്ത ഗോഡൌണിലും വീടുകളിലും സൂക്ഷിച്ചു വയ്ക്കുന്ന റബ്ബർ, ജാതിക്ക തുടങ്ങിയ പലവ്യഞ്ജനങ്ങൾ മോഷ്ടിച്ചു വിൽക്കുന്നതാണ് പ്രതിയുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. തിടനാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും 400 കിലോ ജാതിപ്പരിപ്പ് മോഷ്ടിച്ചതിന് ഇയാളുടെ പേരിൽ കേസുണ്ട്. വേറെയും കേസുകളിൽ ഉൾപ്പെട്ടയാളാണ് പിടിയിലായത്. ഇൻസ്പെക്ടർ K കൃഷ്ണന്റെ നേതൃത്വത്തിൽ SI മാഹിൻ സലീം, ASI KR ബിനു, CPO അജിംസ് എന്നിവരുൾപ്പെടുന്ന അന്വേഷണ സംഘമാണ് പ്രതിയെ മൂലമറ്റത്ത് നിന്ന് പിടികൂടിയത്. നഗരസഭാ ശ്മശാനം കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് AAYF മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ മുൻ AAYF സംസ്ഥാന പ്രസിഡന്റ് N അരുൺ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നഗരസഭാ ശ്മശാനം കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് AAYF മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ AAYF മുൻ സംസ്ഥാന പ്രസിഡന്റ് N അരുൺ ഉദ്ഘാടനം ചെയ്തു. ലക്ഷക്കണക്കായ ജനങ്ങൾ, മൂവാറ്റുപുഴയിലെയും സമീപ പ്രദേശങ്ങളിലെയും ലക്ഷക്കണക്കായ ജനങ്ങൾ അവരുടെ കുടുംബത്തിൽ മരണമുണ്ടാകുമ്പോൾ ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമാണ് നമ്മുടെ ക്രിമറ്റോറിയം. കുറച്ചേറെ കാലമായി മൂവാറ്റുപുഴയിലെ പൊതുശ്മശാനത്തിന്റെ പ്രവർത്തനം പരിപൂർണമായും അവതാളത്തിലാണ് എന്നുള്ളതാണ് വസ്തുത. തികഞ്ഞ കെടുകാര്യസ്ഥതയും പരിപൂർണമായ അഴിമതിയും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അഴിമതി കാണിച്ച കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നിരവധിയായ മനുഷ്യർ ആശ്രയിക്കുന്ന മൂവാറ്റുപുഴ മുനിസിപ്പൽ പൊതുശ്മശാനം കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിപ്പിക്കുവാനും അടിയന്തര നടപടി കൈക്കൊള്ളണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഇവിടെ ആവശ്യപ്പെടുന്നത്. ഇവിടെ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമുണ്ട്. 2015-20 കാലയളവിൽ ഇവിടുത്തെ അറ്റകുറ്റ പണികൾ നടത്തിയിരുന്നത് ആ കമ്പനി തന്നെയായിരുന്നു. ഏത് കമ്പനിയാണോ ക്രിമിറ്റോറിയം സെറ്റ് ചെയ്തത് ആ കമ്പനിയുമായിട്ട് കരാറുണ്ടായിരുന്നു, AMC കരാർ. ആ AMC കരാറിന്റെ അടിസ്ഥാനത്തിൽ ആ കമ്പനികൾക്ക് നിശ്ചിത തുക ഓരോ വർഷം മുനിസിപ്പൽ ഭരണസമിതി അടയ്ക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ അറ്റകുറ്റപ്പണികൾ AMC കരാറിന്റെ അടിസ്ഥാനത്തിൽ ആ കമ്പനി നിർവഹിച്ചു പോരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 2020 ഇടത് ഗവൺമെന്റിന്റെ ഇടത് ഭരണസമിതിയുടെ ഭരണം അവസാനിച്ച് പുതിയ UDF ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം ആ AMC കരാർ പുതുക്കിയിട്ടില്ല. ആ AMC കരാർ പുതുക്കാതിരിക്കുകയും പരിപൂർണമായും ടെൻഡർ അടിസ്ഥാനത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തി വരികയുമായിരുന്നു. AIYF മണ്ഡലം പ്രസിഡന്റ് ഫൗസിയ അലി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം സെക്രട്ടറി സൈജൽ പാലിയത്ത്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗോവിന്ദ്, മണ്ഡലം സെക്രട്ടറി നന്ദന, CPI മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൻ, ടൗൺ ലോക്കൽ സെക്രട്ടറി KP അലിക്കുഞ്ഞ്, കൗൺസിലർ സജി TA, ജോർജ് വെട്ടിക്കുഴി എന്നിവർ പ്രസംഗിച്ചു. ശ്മശാനത്തിൽ നിലവിൽ ഒരു ബർണർ യൂണിറ്റാണുള്ളത്. 2019 അവസാനത്തിൽ രണ്ടാമത്തെ ബർണർ സ്ഥാപിക്കുന്നതിന് പദ്ധതി ഉൾപ്പെടുത്തിയിരുന്നതാണ്.
പിന്നീട് വന്ന ഭരണസമിതി രണ്ടാമത്തെ ഭരണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് സമരക്കാർ ആരോപിച്ചു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. പേട്ട അങ്കണവാടിയിൽ നിന്ന് വിരമിക്കുന്ന KA രാധ ടീച്ചർക്ക് CPIM പേട്ട ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. മുൻ വാർഡ് കൗൺസിലർ VA ജാഫർ സാദിഖ് യോഗം ഉദ്ഘാടനം ചെയ്തു. പേട്ട അങ്കണവാടിയിൽ നിന്ന് വിരമിക്കുന്ന KA രാധ ടീച്ചർക്ക് CPIM പേട്ട ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. മുൻ വാർഡ് കൗൺസിലർ VA ജാഫർ സാദിഖ് യോഗം ഉദ്ഘാടനം ചെയ്തു. നല്ലൊരു ഉച്ചരായിട്ടുള്ള ഒരു അംഗൻവാടി പ്രവർത്തകയാണ് നമുക്ക് പെൻഷൻ പറ്റുന്നതിലൂടെ നഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ ഈ അംഗൻവാടിയിലേക്ക് കടത്തിവിടുവാനുള്ള പറഞ്ഞയക്കാനുള്ള ഒരു ബോധവൽക്കരണ പ്രവർത്തനം നടത്തണം. ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഏത് മുന്നണി ആയിക്കോട്ടെ, ഏത് മുന്നണി വിളിച്ചാലും ആരെ വിളിച്ചാലും വരേണ്ട ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഒരു ജനപ്രതിനിധി കാണിക്കണം. വാർഡ് കൗൺസിലർ ഷബീന ടി, വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ തുടങ്ങിയവർ വിരമിക്കുന്ന അധ്യാപികയ്ക്ക് ഉപഹാരങ്ങൾ നൽകി. നമ്മളോട് ഇവിടെ പറയുന്ന 40 വർഷത്തെ സേവനമാണ് ടീച്ചറുടെ. നമ്മുടെ പേട്ടയങ്കമ്പാടിയിൽ 14 വർഷമായില്ലേ. അപ്പോൾ നമുക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ടീച്ചറുടെ വിശ്രമ ജീവിതം ആയുരാരോഗ്യത്തോടെ മുന്നോട്ട് പോട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. MN രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാർട്ടി ബ്രാഞ്ചിന്റെ ആക്ടിംഗ് സെക്രട്ടറി R ഹരിഹരൻ, തെക്കൻകോട് NSS കരയോഗം ഭാരവാഹി KV ശ്രീകുമാർ, KR സുകുമാരൻ, ICDS പ്രതിനിധിയും അങ്കണവാടി അധ്യാപികയുമായ മിനി തോമസ്, ADS പ്രതിനിധി ബുഷറ റഹ്മാൻ, പേട്ട അങ്കണവാടി പ്രവർത്തക സതി എന്നിവർ പ്രസംഗിച്ചു. യോഗത്തിൽ അങ്കണവാടിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, കുടുംബശ്രീ പ്രവർത്തകർ, നഗരസഭ ICDS പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. മൂവാറ്റുപുഴ നഗരസഭാ ശ്മശാനത്തിന്റെ പ്രവർത്തനം മാസങ്ങളായി തടസ്സപ്പെട്ടിരിക്കുന്നതിൽ ശക്തമായ പ്രതിഷേധവും ആശങ്കയും അറിയിച്ച് വെള്ളൂർക്കുന്ന മഹാദേവ ക്ഷേത്രം ട്രസ്റ്റ്. ശ്മശാനത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ട്രസ്റ്റ് ബോർഡ് മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സണ് കത്തു നൽകി. ശ്മശാനത്തിന്റെ പ്രവർത്തനം കഴിഞ്ഞ കുറെ മാസങ്ങളായി തുടർച്ചയായി തടസ്സപ്പെടുന്നത് പൊതുജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നിലവിലുള്ള യൂണിറ്റിന്റെ അറ്റകുറ്റപ്പണികൾ വൈകുന്നതും പണി പൂർത്തിയാകാതെ കിടക്കുന്ന രണ്ടാമത്തെ യൂണിറ്റിന്റെ നിർമ്മാണം അനിശ്ചിതമായി നീളുന്നതും അതീവ ഖേദകരമാണെന്ന് ട്രസ്റ്റ് നഗരസഭയെ അറിയിച്ചു. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. തൃക്കളത്തൂർ നെടുമാരിയിൽ പരേതനായ ബേബി KGയുടെ ഭാര്യ അന്നമ്മ 88 നിര്യാതയായി. സംസ്കാരം വ്യാഴാഴ്ച 10:30 തൃക്കളത്തൂർ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നടത്തപ്പെടും. പരേത വീട്ടൂർ എബനേസർ ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപികയാണ്. മക്കൾ ബാബു ബേബി, ബീന ബേബി, പരേതരായ ബിജു ബേബി, ബിനി ബേബി. മരുമക്കൾ ജെയിംസ്, മിനി, ബിജു, ഷീബ, ബാബു. ആവലി നടുക്കര ഇന്ദു ഭവനിൽ പരേതനായ ഗണനാഥന്റെ ഭാര്യ രാധ 76 നിര്യാതയായി. സംസ്കാരം നടത്തി മക്കൾ സുനിൽ, അനിൽ, മരുമക്കൾ ബിന്ദു, ശ്രീരേഖ. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.